നമ്മൾ വല്ലാതെ ശ്രദ്ധിക്കേണ്ട ഒരു കൂട്ടരുണ്ട്. അത് സലഫികളല്ല, ജമാഅത്ത് ഇസ്ലാമി അല്ല, അല്ലെങ്കിൽ തബ്ലീഗ് ജമാഅത്തുകാരല്ല. അതൊക്കെ ശ്രദ്ധിക്കേണ്ട തന്നെ. അതിനേക്കാളും ശ്രദ്ധിക്കേണ്ട ഒരു സാധനമുണ്ട്. അതാണ് വ്യാജ ത്വരീഖത്ത്. വലിയ ദുർമാർഗികളാണ് അവർ. അവരെ ദുർമാർഗം എന്താണ്? അവര് സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളുടെ വിശ്വാസം തകർക്കാൻ വേണ്ടി എന്തും പറയും, എന്തും ചെയ്യും, എന്ത് കളവും പറയും എന്ന് മാത്രമല്ല, സാധാരണക്കാരെ വഞ്ചിക്കാൻ വേണ്ടി അവർ മഖബറയിൽ പോകും. സാധാരണക്കാരെ വഞ്ചിക്കാൻ വേണ്ടി മൗലിദ് ഓതും. അവർ സാധാരണക്കാരെ വഞ്ചിക്കാൻ വേണ്ടി റാത്തീബ് ചൊല്ലും. അവർ സാധാരണക്കാരെ വഞ്ചിക്കാൻ വേണ്ടി ഔലിയാക്കളെ ബഹുമാനം പറയും. അപ്പൊ ആൾക്കാർ വിചാരിക്കും ഇവർക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വിചാരിച്ചു പോകരുത്. അതും ഈമാൻ തെറ്റിക്കുന്ന പരിപാടി തന്നെയാണ്. അതെങ്ങനെയാ ഉസ്താദ് ഞങ്ങൾക്ക് മനസ്സിലാകുക? അത് മനസ്സിലായാലും നിങ്ങൾക്ക് ഓരോന്നും എങ്ങനെയാ മനസ്സിലായാലും, നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിൽ രോഗം ഉണ്ടോ ഇല്ലേ എങ്ങനെയാ മനസ്സിലായാലും? ഡോക്ടറെ കാണിച്ചിട്ട് നിങ്ങൾക്ക് ഒരു മരം മൗനവാജി ഇരിക്കുന്നുണ്ട് ഇവിടെ. ഞാൻ മൗനവാജിട്ടുണ്ട്, ഒരുപാട് തേക്കെടുത്ത ആളാണ്. ഒരു മരം അത് തേക്കാണോ അല്ലേ ഇതെങ്ങനെയാ മനസ്സിലാകുക? അത് മരത്തിനെ കുറിച്ച് വിവരമുള്ളവരെ കൊണ്ട് പരിശോധിപ്പിച്ചാൽ മനസ്സിലാവും. നിങ്ങൾക്കൊരു നല്ല കളറുള്ള ഒരു സാധനം കിട്ടി, ഇത് പൊന്നാണോ പൊന്നല്ലേ ഇതെങ്ങനെയാ മനസ്സിലാകുക? അതിന് പൊന്നിന്റെ പണിക്കാരെ കാണിച്ചു നോക്കിയിട്ട് അവർ വരസീറ്റ് കാണിച്ച് പറഞ്ഞു തരൂ. ഇതുപോലെ ഒരു സാധനം പേച്ചതാണോ അല്ലേ ഇതെങ്ങനെയാ മനസ്സിലാകുക? അത് ആലിമീങ്ങളോട് ചോദിക്കണം. ആലിമീങ്ങൾ പറഞ്ഞു തരും, ഇന്നത് പേച്ചതാണ്, ഇന്നത് പേച്ചതല്ല എന്ന് പറഞ്ഞു തരും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ ഓരോന്നിനും വിവരമുള്ളവർ പറയുന്നതാണ് കേൾക്കേണ്ടത്, ജാഹിലീങ്ങൾ പറയുന്നതല്ല കേൾക്കേണ്ടത്. നിങ്ങൾ കണ്ടോ ഒരു ബുക്ക്? ഇതൊരു വ്യാജ ത്വരീഖത്തുകാരെ ബുക്കാണ്. പേര് ഞാൻ പറയൂല. പറയാത്ത എന്താ അറിയോ? പറയൽ ആവശ്യമായി വരുമ്പോ പറയും. പറയാത്ത അത് പറഞ്ഞാൽ ഓരോരുത്തർ അതിങ്ങനെ അതെവിടെയാ കിട്ടുക നോക്കിയാർക്കും. എന്നിട്ട് വേണ്ടാത്ത വായിക്കും. പിന്നെ നിങ്ങൾ എന്തിനാ ഉസ്താദേ വായിച്ചത്? ഞാൻ ഡോക്ടറാ, എനിക്ക് ചിലപ്പോ മലവും പരിശോധിക്കേണ്ടി വരും, മൂത്രവും പരിശോധിക്കേണ്ടി വരും, ചലവും പരിശോധിക്കേണ്ടി വരും, എന്നിട്ട് മരുന്നും കൊടുക്കേണ്ടി വരും. നിങ്ങളെന്തിന് മലം പരിശോധിക്കാൻ പോകണം? നിങ്ങളെന്തിന് മൂത്രം പരിശോധിക്കാൻ പോകണം? എനിക്ക് മരുന്ന് കൊടുക്കണം. അപ്പൊ എനിക്ക് അതൊക്കെ പരിശോധിക്കേണ്ടി വരും. അതുകൊണ്ട് അതൊന്നും നിങ്ങൾ തരേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. തെരഞ്ഞിട്ട് പെട്ടുകൊണ്ട, നിങ്ങളെ കൈമിൽ നെസാക്കണ്ട. നിങ്ങളെനിക്ക് കയ്യോ എന്ന് ചോദിക്കും എന്നോട്. എന്റെ കൈക്ക് ഉറയിട്ടിട്ടുണ്ട്. അങ്ങനെ നെസ് പെരളുന്ന കൈയല്ല. മനസ്സിലായില്ലേ? ഞാൻ കൈക്ക് ഉറ സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ പ്രതിരോധ ശക്തിയും അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഉസ്താദുമാരെ ബർക്കത്ത് കൊണ്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളത് തെരയാൻ പോണ്ട. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി, ഒരു ഉദാഹരണത്തിന് വേണ്ടി നിങ്ങൾക്ക് മനസ്സിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് പറയാണ്. ആളുകൾ പേച്ചിട്ട് പറഞ്ഞ കാര്യമില്ലല്ലോ.